ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതിലൊരു കുഞ്ഞ് വിശേഷം വരണ്ടേ. അതായത് എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് ആണ്. അപ്പം ഞങ്ങൾ അതിനുള്ള ചെറിയ ചെറിയ പ്രിപ്പറേഷനിലാണ്. അപ്പം വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ വളരെ 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 സിമ്പിൾ ബേസിക് വെഡ്ഡിങ് ആണ്. ഒട്ടും ഗ്രാൻഡല്ല. അപ്പം അതിന് വേണ്ടി അത്യാവശ്യം ചില സാധനങ്ങൾ എടുക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഷോപ്പിംഗാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഫുഡ് കഴിച്ചിട്ടാണ്. രാവിലെ തന്നെ ഞങ്ങൾ കൊട്ടിയം ആര്യാസിൽ നിന്ന് പൂരി, ഗീ റോസ്റ്റ്, കോഫി, ഇഡ്ഡലി ഇതൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു കുഞ്ഞി പെണ്ണുള്ളത് കാരണം കാറിൽ ആർക്കും ഇരിക്കാൻ പറ്റില്ല. ഒന്നി അവളുടെ ഇടി തൊഴി ഇതൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് വേണം അവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞു കുട്ടികളുള്ള വീട്ടിലുള്ളവർക്കെല്ലാം ഈ ഒരു അവസ്ഥ മനസ്സിലാകും. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കൊല്ലത്ത് തന്നെയാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോകുന്നത്. കാരണം അച്ഛനും അമ്മയ്ക്കും അധിക ദൂരം ട്രാവൽ ചെയ്തൊന്നും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ദൂരമൊന്നും പോകണ്ടെന്ന് ഓർത്ത് അപ്പം അവരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് കൊല്ലത്ത് തന്നെ പോകുന്നത്. അപ്പം കൊല്ലം കല്യാൺ സിൽക്സിലാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. ഈ ഒരു റീസെൻ്റ്ലി എനിക്കൊന്ന് 1 year എന്തോ ആകുന്നേ ഉള്ളൂ കല്യാൺ സിൽക്സ് കൊല്ലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പം ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്നോർത്ത് എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ് സാരിയൊക്കെ ഓൾറെഡി പർച്ചേസ് ചെയ്തു. ഇത് ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും പിന്നെ അവൾക്ക് അല്ലറ ചില്ലറ ആവശ്യങ്ങൾ എന്തെങ്കിലും ഒക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പിങ്ങിന് പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിത് സെറ്റ് സാരിയൊക്കെ നോക്കി. അപ്പം ഇതൊക്കെ പ്യോർ ഹാൻഡ്ലൂമാണ്. ഒരു 15, 12, 16 ആ ഒരു റേഞ്ചാണ്. ഞങ്ങൾക്ക് അത്രയും കൂടിയതൊന്നും വേണ്ട. ഞങ്ങളൊരു പവർ ലൂമിൻ്റെ തന്നെ ഒരു സാരി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനത്തെ സിൽക്ക് സാരി നോക്കാൻ വേണ്ടി വന്നു. പ്യോർ സിൽക്ക് അല്ല കേട്ടോ. അതും ഒരു 5, 7, 14, 10 എല്ലാ റേഞ്ചിനുള്ളതുകൊണ്ട്. പക്ഷെ ഒട്ടും വേർത്തായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മളിപ്പം ഓൺലൈനിൽ നിന്നൊക്കെ സാരി എടുത്താലും ആ ഒരു സാരിക്കൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. പക്ഷേ ഇതൊന്നും അവർ പ്യുവർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കത് കണ്ടിട്ട് ഒരു ഇത് തോന്നുന്നില്ല. ഒട്ടും കളക്ഷൻ ഉണ്ടായിരുന്നില്ല. പഴയ മോഡൽ സാരീസ് ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം. അത് ഞങ്ങൾ ജെൻ സെക്ഷനിലേക്ക് വന്നു. അച്ഛന് ഷർട്ടും പാൻസും ഒക്കെ എടുക്കാനായിട്ട്. അപ്പം അതൊക്കെ അത്യാവശ്യം കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാരി ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇവരുടെ കളക്ഷനിൽ. പിന്നെ സാരിയിൽ കുറേ ഡാമേജൊക്കെ ഞങ്ങൾ കണ്ടു അവർ നിവർത്തിയിട്ട് തന്നു. അപ്പം പിന്നെ ഞങ്ങൾ പറയാൻ പോയിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മോതിരം നോക്കാനായിട്ട് ജോസ്കോയിലേക്ക് വന്നു. അത് കൊല്ലം ജോസ്കോ തന്നെയാണ് കേട്ടോ. കൊല്ലം ജോസ്കോയിൽ എൻ്റെ ഫസ്റ്റ് വിസിറ്റാണ്. ഞങ്ങൾ മോതിരം നോക്കി. അപ്പം മോതിരത്തിൻ്റെ ഡിസൈൻ ചൂസ് ചെയ്തിട്ട് ഞങ്ങളത് പണിയിക്കാൻ വേണ്ടി കൊടുത്തു. പേരെഴുതാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡർ കൊടുത്തു. അപ്പോഴത്തേക്ക് തന്നെ സമയം ഏകദേശം ഒരു 2:30, 3 മണി ആയിട്ടുണ്ടായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ വിശപ്പിൻ്റെ വിളി വന്നപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കൊല്ലം ഹൈസ്കൂളിലുള്ള തുഷാരാസിലേക്ക് വന്നു. അവിടെ മീൽസും ഇല്ല, ബിരിയാണിയും ഇല്ല, എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പൊറോട്ടയും ചിക്കനും ബീഫും ഫിഷ് കറിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഫിഷ് കറി മാത്രമാണ് എനിക്കതിൽ ഇഷ്ടപ്പെട്ടത്. ബീഫും ചിക്കനും ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറ്റുന്ന എല്ലായിടത്തുനിന്നും പോയി എല്ലാ കറിയും വാങ്ങി ടേസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ഒരാളാണ്. എല്ലായിടത്തുനിന്നും കഴിച്ചെന്നും എനിക്ക് ഒത്തിരി ടേസ്റ്റ് പോലെ എനിക്ക് ഭയങ്കര വലിയ ടേസ്റ്റ് ഒന്നായിട്ടൊന്നും എനിക്കിവിടെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുളിമൂട്ടിൽ സിൽക്സിലേക്കാണ് ഷോപ്പിങ്ങിന് പോയത്. നമുക്ക് ഇഷ്ടപ്പെട്ട സാരീസൊന്നും കല്യാണം നിന്ന് കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പുളിമൂട്ടിൽ വന്നു. പിന്നെ ഇവിടെ കമ്പാരിറ്റീവ്ലി കുറച്ച് ഉണ്ട്. സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സെലക്ഷൻ എന്നല്ല, ബേസിക്സ് ഒക്കെയാണ്. അപ്പം വേറെ എവിടെയും പോകാൻ ഇനി വീണ്ടും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും കുറച്ച് കാലുവയ്യ കൈവയ്യ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടും അധികം നേരം നിൽക്കാൻ പറ്റാത്തതൊക്കെ കൊണ്ട് ഇവിടെ നിന്ന് തന്നെ എടുക്കാമെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. എന്നിട്ട് അമ്മ അവിടെ നിന്ന് തന്നെ സാരി എടുത്തു കേട്ടോ. അത് ഞാൻ വെറുതെ ഇവിടെ കറങ്ങി നടക്കുകയാണ് ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം റെഡിമെയ്ഡ് ബ്ലൗസസൊക്കെ ഉണ്ട്. പിന്നെ കട്ട് പീസസൊക്കെ ഈ ഒരു ഫ്ലോറിലാണുള്ളത്. അത് കഴിഞ്ഞ് വീണ്ടും മാമും ഞാനും കൂടെ എപ്പോഴും അടി കൂട്ടണം. ഞങ്ങൾക്ക് ഓരോ 5 മിനിറ്റ് അടി കൂടിയില്ലെങ്കിൽ സമാധാനമില്ല. ഞങ്ങൾ ഓടിക്കളിച്ച് അടി കൂടി ഏകദേശം ടയേർഡായി. കാല് വേദനിച്ചിട്ട് പോയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു കുഞ്ഞി വീഡിയോ ആണ്. ജസ്റ്റ് നിങ്ങൾക്കൊരു സാരീനെ പറ്റിയൊരു ഇവിടുത്തേക്ക് കളക്ഷൻ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കേട്ടോ ഈ വീഡിയോ കാണുമ്പോൾ. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒരു വലിയ വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.